മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടിലും അവളുടെ ഹൃദയവേഗത വളരെ കൂടുതലായിരുന്നു. ഉള്ളുരുകി ഭഗവാനെ വിളിച്ചുകൊണ്ട് അവൾ ആ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറി. കോളിംഗ് ബെൽ അമർത്തിയ ശേഷം വാതിൽ തുറക്കാനായി കാത്തുനിന്നു. കുറച്ച് സമയത്തിന് ശേഷം വാതിൽ തുറന്നു. വാതിൽ തുറന്ന ആളെ കണ്ടതും അവൾ അത്രയും നേരം സംഭരിച്ച ധൈര്യം ചോർന്നു പോകുന്നതറിഞ്ഞു. എങ്കിലും തോറ്റുകൊടുക്കാൻ മനസ്സിലാത്ത പോലെ അവൾ മുന്നിൽ നിൽക്കുന്നവളെ സൂക്ഷിച്ചു നോക്കി. ആരാ? മനസ്സിലായില്ല. വാതിൽ തുറന്ന സ്ത്രീ ചോദിച്ചു. നീലിമയല്ലേ? അതെ, നിങ്ങളാരാ? മൃദുല. അവൾ പറഞ്ഞതും അതുവരെ അപരിചിതത്വം നിറഞ്ഞ നീലിമയുടെ മുഖഭാവം അപ്പോൾ പരിഭ്രമത്തിന് വഴിമാറി. എന്നെ മനസ്സിലായി എന്ന് ഈ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി. അകത്തേക്ക് വരാമല്ലോ അല്ലേ? ഒരു മറുപടിക്കായി കാത്തു നിൽക്കാതെ മൃദുല അകത്തേക്ക് കയറി. ആരാടോ വന്നേ? അകത്തു നിന്ന് കയറി വന്ന ആളെ കണ്ട് മൃദുലയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. മൃദു? ഒരു ഞെട്ടലോടെ അവൻ്റെ വായിൽ നിന്നും ആ പേര് വീണു. ഹാ, അറിയാല്ലേ? ഞാൻ കരുതി മറന്നു പോയിട്ടുണ്ടാവൂ എന്ന്. അത് മൃദു, ഞാൻ... വേണ്ട ആകാശ്, ന്യായീകരണങ്ങളൊന്നും വേണ്ട. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ന്യായീകരണമാണുള്ളത്? എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും അവൾ പൊട്ടിത്തെറിച്ചു. വീട്ടിലിരിക്കുന്നത് നല്ലതല്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെ പലയിടത്തും പോവും, നീലിമ അഹന്തയോട് പറഞ്ഞു. അവളത് പറഞ്ഞ അതേ സമയം തന്നെ മൃദുല അവളുടെ കരണമുക്ക് ചൊന്നു കൊടുത്തു. മിണ്ടരുത് നീ. നീ നീ ഒരു പെണ്ണാണോടി? മറ്റൊരുത്തിയുടെ ജീവിതം തട്ടിത്തെറിപ്പിച്ചിട്ട് ഇത് പറയാൻ എങ്ങനെ തോന്നുന്നു? ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് നിനക്കറിയില്ല. അതറിയണമെങ്കിൽ ഭർത്താവിൽ സർവവും സമർപ്പിച്ച ഒരു ഭാര്യ ആയിരിക്കണം. നിർഭാഗ്യവശാൽ നിനക്കതിനുള്ള ഭാഗ്യമില്ല. നിന്നെപ്പോലുള്ളവൾമാർക്ക് ഒരു പേരേ ഉള്ളൂ. അതെന്നെക്കൊണ്ട് നീ പറയിപ്പിക്കരുത്. അവളുടെ അടിയിൽ ആകെ പകച്ചുപോയി നീലിമയും ആകാശും. ഇവളെ തല്ലാൻ നീ ആരാടി? നീ ഇവിടെ നിന്ന് പോ മൃദു, ഞാൻ വീട്ടിൽ വന്ന് സംസാരിക്കാം. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. താനിനി ഒരു അക്ഷരം മിണ്ടരുത്. സംസാരിക്കാൻ പോലും. എന്ത് സംസാരിക്കാൻ? എന്ത് സംസാരിക്കാൻ? തന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ താനേ ലോകമെന്ന് കരുതി കണ്ടുമടിച്ച് തന്നെ വിശ്വസിച്ച് ജീവിച്ചതോ? പ്രാണനെ പോലെ സ്നേഹിച്ചതോ? പറയണോ? പറയാൻ. മൃദുല അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. അവളുടെ കൈകൾ പിടിച്ചു മാറ്റിയവൻ. നീ തന്നെയാണ് ഇതിനൊക്കെ കാരണം. ഏത് നേരവും അടുക്കളയിൽ മാത്രം കിടന്ന് നിരങ്ങുന്ന നിന്നെ അതിനല്ലാതെ വേറെ എന്തിനു കൊള്ളാം? എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പെരുമാറാൻ നിനക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് മതി, നിർത്ത്, മതി. എന്താ പറഞ്ഞേ? എന്നെ ഒന്നിനും കൊള്ളില്ലെന്നോ? ഏത് നേരവും അടുക്കളയിൽ തന്നെയാണെന്നോ? തൻ്റെ ആഗ്രഹത്തിനൊത്ത് പെരുമാറുന്നില്ലെന്നല്ലേ? എങ്ങനെയാണോ സ്വന്തം തെറ്റുമറയ്ക്കാൻ ഇങ്ങനെ ഒരാളുടെ മേലെ പഴി പറയുന്നേ? ശരിയാ, എൻ്റെ തെറ്റാ. എല്ലാം എൻ്റെ തെറ്റാ. നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാത്രം നോക്കി ജീവിച്ചത് എൻ്റെ തെറ്റാ. തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് തനിക്കിഷ്ടമുള്ളതൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല തൻ്റെ മനസ്സ് നിറയെ ഇങ്ങനെയൊരു ചിന്തയാണെന്ന്. ബെഡ്റൂമിൽ ഒരു ഭാര്യയായി മാത്രമേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. ഇവളെ പോലെയൊക്കെയായി പെരുമാറണമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒന്ന് ചോദിച്ചോട്ടെ, താൻ ഈ പറഞ്ഞ ഇതേ കാരണങ്ങൾ കൊണ്ട് ഞാൻ മറ്റൊരാളുടെ ഒപ്പം പോയിരുന്നെങ്കിലോ? മൃദു, അവൻ പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടെ വിളിച്ചു. ഹാ, പറഞ്ഞതേ ഉള്ളൂ, അതുപോലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനതൊക്കെ സഹിച്ചോണോ അല്ലേ? എന്തിനു വേണ്ടി? തൻ്റെ കല്യാണം കഴിച്ചതിൻ്റെ പേരിലോ? അതോ തൻ്റെ 2 കുട്ടികളെ പ്രസവിച്ചതുകൊണ്ടോ? ഇനി അതിനെ മൃദുല കിട്ടില്ല. ഇന്നത്തോടെ തീർന്നു. നീ എങ്ങോട്ട് പോകാനാണ്? പുറത്തിറങ്ങി 4 ആളോട് സംസാരിക്കാൻ അറിയോ നിനക്ക്? അറിയാം, വായ്ക്ക് രുചിയെ വല്ലതും വെച്ചുണ്ടാക്കാൻ. അതിനല്ലാതെ നിനക്ക് വേറെ എന്തിനു പറ്റും? നീ പുറത്തിറങ്ങി എന്ത് കാണിക്കാനാ? അവനിൽ പുച്ഛമായിരുന്നു. ശരിയാടോ, എനിക്കൊന്നും അറിയില്ല. പക്ഷേ ആത്മാഭിമാനം എന്നൊന്നുണ്ട്. തന്നെയും ഇവളെയും പോലെ ആരെയും ചതിച്ചുകൊണ്ട് ജീവിക്കില്ല ഞാൻ. മാന്യമായി ഒഴിവാക്കാമായിരുന്നു തനിക്കെന്നെ. പക്ഷെ താനതല്ല ചെയ്തേ. തൻ്റെ വീട്ടുവേലക്കാരിയെ ഒരുത്തിയും കൊണ്ടു നടക്കാൻ മറ്റൊരുത്തിയും. ഇതിലും നല്ലത് പോയി ചാകുന്നതാടോ. മതി, കൂടുതൽ പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന്. അടിയുടെ ചൂട് വിട്ടതിനാലാവണം, നീലിമ പറഞ്ഞു.
പോകാൻ തന്നെയാടി വന്നത്. എല്ലാം അവസാനിപ്പിച്ചു പോകാൻ. ഇത്രയൊക്കെ ചെയ്തിട്ടും കുറ്റബോധത്തിൻ്റെ ഒരു കണിക പോലും തോന്നാത്ത ഇയാളെ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ തന്നെയാ വന്നത്. അതിൻ്റെ ആദ്യപടിയാ ഇത്. അവളത് പറഞ്ഞുകൊണ്ട് കഴുത്തിൽ കിടന്ന താലിമാല വലിച്ചു പൊട്ടിച്ച് ആകാശിൻ്റെ മുഖത്തേക്കെറിഞ്ഞു. അവനും നീലിമയും ഞെട്ടലോടെ നിന്നു. ഇപ്പോൾ ആ മാലയ്ക്ക് വെറും സ്വർണമെന്ന മൂല്യമേ ഉള്ളൂ. എനിക്ക് തന്നോടുള്ള സ്നേഹവും വിശ്വാസവുമാണ് ഞാൻ അണിഞ്ഞിരുന്ന ഈ താലിയും സിന്ദൂരവും. അതിന്നത്തോടെ അവസാനിച്ചു. അവനെയും അവളെയും നോക്കി മൃദുല പുറത്തേക്കിറങ്ങി. സിറ്റ് ഔട്ടിലെത്തിയ ശേഷം അവൾ തിരിഞ്ഞൊരിക്കൽ കൂടി അകത്തേക്ക് കയറി. എടോ, താൻ ഓർത്തോ, അകത്തേക്കും പുറത്തേക്കും എടുക്കുന്ന ഈ ശ്വാസത്തിൻ്റെ അഹങ്കാരത്തിലാണ് മനുഷ്യനിങ്ങനെ മതിമറന്ന് ജീവിക്കുന്നത്. കൂടെ ജീവിക്കുന്നവരെ ചതിക്കുന്നവൻ്റെ പതനവും അതോടൊപ്പം തന്നെ കാണും. ഓർത്തോ? പിന്നെ നീ ഇയാളെ കണ്ട് അധികം സന്തോഷിക്കണ്ട. ഇന്നലെ വരെ ഞാനായിരുന്നു, ഇനി നീ, നാളെ മറ്റൊരുവൾ. ഇവരൊക്കെ അവസാനം വരെ ഇങ്ങനെയാവൂ. ഇത്ര വർഷം കൂടെ ജീവിച്ച എന്നെ ചതിക്കാൻ അവൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. നിന്നെ ചതിക്കാനും അധികം വൈകില്ല. വെറുതെ അല്ല പഴമക്കാർ പറയുന്നത്, വേലി ചാടിയ പശുവിന് കോലുകൊണ്ട് നാശമെന്ന്. കാത്തിരുന്നോ നീ? താനില്ലെങ്കിലും ഞാൻ അന്തസ്സായി തന്നെ ജീവിക്കൂടോ. രണ്ടുപേരോടും പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി നടന്നു. ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആശയക്കുഴപ്പം ഇപ്പോൾ ഇല്ല മനസ്സിൽ. അവനു വേണ്ടി അവസാനത്തെ കണ്ണുനീരും അവിടെ അവസാനിച്ചു. അമ്മേ, നമ്മൾ എവിടെ പോവുക? ഡ്രസ്സുകളും മറ്റും എടുത്തു വെക്കുമ്പോഴാണ് മക്കൾ അവളോട് ചോദിച്ചത്. നമ്മളെ കുറച്ച് നാൾ ഇവിടെ നിന്നും പോവുക, മുത്തശ്ശിയുടെ അടുത്തേക്ക്. അച്ഛനും വരുമോ അമ്മേ? ഇല്ല, ഇനി അങ്ങോട്ട് അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ. മോളെ, നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? ആകാശിൻ്റെ അമ്മയും അച്ഛനുമാണ്. അച്ഛൻ്റെ അമ്മയുടെയും മകൻ്റെ ഭാര്യയായിട്ടാണ് ഞാനിവിടെ വന്നത്. ഇപ്പോൾ ഞാനതല്ലമ്മേ. അപ്പോൾ പിന്നെ പോകണ്ടേ ഞാൻ? മോളെ, ആ അമ്മ അവളെ ചേർത്ത് പിടിച്ചു. കരയല്ലേ അമ്മേ. അച്ഛനും അമ്മയും എനിക്കൊരിക്കലും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ആയിട്ടല്ല, എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും ആയിട്ട് തന്നെയാണ്. തിരിച്ച് നിങ്ങളും അങ്ങനെ തന്നെയാണ് എന്നെ കണ്ടിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ ഇനിയും പറ്റണില്ലമ്മേ. ശബ്ദമിടറാതെയിരിക്കാൻ അവൾ കഴിയുന്നതും ശ്രമിച്ചെങ്കിലും അവൾ കരഞ്ഞുപോയി. എന്തൊക്കെയാണ് ആ സ്ത്രീയുടെ മുന്നിൽ വെച്ച് അയാൾ പറഞ്ഞതെന്നോ? ഒരു പെണ്ണും സഹിക്കാൻ കഴിയില്ലമ്മേ. അത്രയ്ക്കും മോശമായാണ് എന്നെ. അവൾ വിതുമ്പിപ്പോയി. മറ്റെന്ത് വേണമെങ്കിലും ഞാൻ സഹിച്ചേനെ. പക്ഷേ എൻ്റെ ജീവിതം പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ തടയരുത്. മോള് പോയിക്കോ. ആ നശിച്ചവൻ നിന്നെ പോലൊരു പെൺകുട്ടി അർഹിക്കുന്നില്ല. എൻ്റെ മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഒരു വെളിപ്പാടകലെ അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛൻ അവളുടെ നെറുകയിൽ തലോടി ചെറുമക്കളുടെ അടുത്തേക്ക് വന്നു. അമ്മയുടെ കൂടെ കാണണം കേട്ടോ എപ്പോഴും. ഇനി അമ്മയുടെ ബലം മക്കളാ. അവരെ രണ്ടുപേരെയും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ ആ വീടിൻ്റെ പടിയിറങ്ങി. പരസ്പരം തേങ്ങലടക്കി ആ അച്ഛനും അമ്മയും അവരെ യാത്രയാക്കി. ദിവസങ്ങൾ കടന്നു പോകവേ ആകാശം മൃദുലയെ ചതിച്ചതുപോലെ തന്നെയും ചതിക്കുമോ എന്ന ഭയം അവളെ സംശയരോഗത്തിലേക്ക് എത്തിച്ചു. സുഖവും സന്തോഷവും തേടിപ്പോയവൻ സമാധാനമെന്തെന്നറിഞ്ഞിട്ട് ദിവസങ്ങളായി. നീലിമ എന്തിനും ഏതിനും പരാതിയും പരിഭവവും പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ ആകാശ് അതിയായി ആഗ്രഹിച്ചിരുന്നു മൃദുലയെ ചതിക്കേണ്ടായിരുന്നുവെന്ന്. നീലിമയെ വിട്ട് എങ്ങോട്ടും പോകാൻ അവൾ അനുവദിക്കാറില്ല. മൃദുല പോയതോടെ അച്ഛനും അമ്മയും വീട് വിറ്റ് മക്കളുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ച് തീർത്ഥാടനത്തിനായി പോയി. കയറി ചെല്ലാൻ വീടോ സ്വന്തമായി ആരുമില്ലാതെയായി അവന്. മക്കളെ കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവനിപ്പോൾ. അന്ന് മൃദുലയുടെ മുന്നിൽ ഇല്ലാതിരുന്ന കുറ്റബോധം ഇന്നവൻ്റെ മനസ്സ് നിറയുണ്ട്. മൃദുല പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. മക്കളുമായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നു. ഒരു നാൾ അവളെ കാണാൻ ആകാശ് ജോലിസ്ഥലത്തെത്തി. മൃദു, എന്നോട് ക്ഷമിച്ചൂടെ? നീ എൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് നീ ആരായിരുന്നു എന്ന് മനസ്സിലായത്. എന്നിട്ട് എന്ത് മനസ്സിലായി? അവൾ പുച്ഛത്തോടെ ചോദിച്ചു. മൃദു, നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത്. ശരീരമാസകലം പുഴു അരിക്കുന്ന പോലെ തോന്നുന്നു. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി. ഇനി മേലിൽ എൻ്റെയോ എൻ്റെ മക്കളുടെ മുന്നിൽ വരരുത്. മൃദു, ഞാൻ പോടോ.
അവന് നേരെ മുഖം തിരിച്ച് അവൾ നടന്നു. ഒരിക്കൽ അവൾ പറഞ്ഞതുപോലെ ഇത് കാലം തനിക്കായി കാത്തുവെച്ച വിധിയെന്ന് മനസ്സിലാക്കി അവനും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.